എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 4 അതേപോലെ തന്നെ രണ്ടാമത്തെ ഏകകവുമാണ്. അപ്പം നോക്കിക്കോളൂ. ദ്വിതീയഃ ഏകകം ലാവണ്യം. രണ്ടാമത്തെ ഏകകത്തിൻ്റെ പേരാണ് ലാവണ്യം. ഇങ്ങനെ ഓരോ ഏകകത്തിൻ്റെ പേരുകളും നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആമുഖം നോക്കിക്കോളൂ. പ്രകൃതി സംരക്ഷണേന അസ്മാകം ജീവനം സുഖരം സ്യാത്. പ്രകൃതി സംരക്ഷണം കൊണ്ട് നമ്മുടെ ജീവിതം സുഖകരമായി തീരും. ഏവം സുഖേന ജീവിതം നിയമാനഃ മാനവഃ സാഹിത്യാദീനം ലാവണ്യം അനുഭോക്തും ഇച്ഛതി. അപ്പോൾ സുഖത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന മനുഷ്യൻ സാഹിത്യം മുതലായ, അതാണ് സാഹിത്യാദീനം. സാഹിത്യാദീനം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സാഹിത്യം, സംഗീതം, ചിത്രകല തുടങ്ങിയ 64 കലകളെയാണ്. ലാവണ്യം അനുഭോക്തും ഇച്ഛതി, കലകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. ലാവണ്യം നാമകെ അസ്മിൻ ഏകകെ ദൗ പാഠോ സ്തഃ. ലാവണ്യം എന്ന പേരോടുകൂടിയ ഈ ഏകകത്തിലെ 2 പാഠങ്ങളുണ്ട്. മഹാകവി കാളിദാസസ്യ രഘുവംശ മഹാകാവ്യാത് സമകാലിക ശ്ലോകസഞ്ചയ രൂപ കാവ്യദീപശിഖ ഇതി ഏകഃ. അപ്പോൾ ആദ്യത്തെ പാഠം ഏതാണ്? മഹാകവി കാളിദാസന്റെ രഘുവംശ മഹാകാവ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ശ്ലോകങ്ങളുടെ സഞ്ചയ എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. കൂട്ടമായ കാവ്യദീപശിഖ എന്നുള്ളതാണ് ആദ്യത്തെ പാഠം. കൈരളിഹാസ സാമ്രാജ്യ സഞ്ജയസ്യ ജീവനചരിത പ്രതിപാദക സഞ്ജയ ഉവാച ഇതി അപരഃ പാഠശ്ച. അപ്പോൾ രണ്ടാമത്തെ പാഠം ഏതാണ്? മലയാള ഹാസ്യ സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ചക്രവർത്തി എന്നാണ് അർത്ഥം. സഞ്ജയന്റെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന സഞ്ജയ ഉവാച എന്ന മറ്റൊരു പാഠവുമുണ്ട്. ലാവണ്യം ഇത് ഏകകസ്യ പഠനേന സാഹിത്യ സൗന്ദര്യ അനുഭവേ കുതുകിനഃ സ്യാമ. ലാവണ്യം എന്ന ഏകകത്തിൻ്റെ പഠനം കൊണ്ട് സാഹിത്യ സൗന്ദര്യത്തിൻ്റെ അനുഭവത്തിൽ ജിജ്ഞാസുക്കളായി തീരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും കുറേശ്ശെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിച്ചു പോകണം. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള കുട്ടികൾക്കാണ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ 10th ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സാൻസ്ക്രിറ്റിൻ്റെ ബേസിക് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് ഓൺലൈൻ ട്യൂഷനായിട്ട് മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു.